Let's start learning English. ഹലോ മക്കളെ, വെൽക്കം ടു ക്ലാസ് 47. 47ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഒന്ന് അറ്റൻഡൻസ് ഇട്ടാളാ. ഓക്കെ, ഇനി എന്താ ചെയ്യുക നമ്മൾ? ഇനി 3 ക്ലാസ്സസും കൂടിയുള്ളൂ. ഇത് കൂടാതെ ഇനി 3 ക്ലാസ്സസും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഓട്ടം അവസാനിക്കുകയാണ് അല്ലേ? എന്തായാലും നമുക്ക് ഇതുവരെ പഠിച്ച ഓരോ ആക്ഷൻ വേർഡിൻ്റെയും ബേസ് ഫോമും അതിൻ്റെ അർത്ഥവും ഒന്ന് നോക്കാം. റെഡിയല്ലേ? ടീച്ചറുടെ കൂടെ തന്നെ പറയണേ. ലാസ്റ്റത്തത് ആദ്യവും ആദ്യത്തത് ലാസ്റ്റും പറയാം. ഓക്കെ. ബ്രേക്ക് തകർക്കുക, ബൈറ്റ് കടിക്കുക, ആൻസർ ഉത്തരം നൽകുക, ക്വസ്റ്റ്യൻ ചോദിക്കുക, സേവ് രക്ഷിക്കുക സൂക്ഷിക്കുക, എൻറ്റർ പ്രവേശിക്കുക, ബോറോ കടം വാങ്ങുക, ക്യാച്ച് പിടിക്കുക, ത്രോ എറിയുക, റിസീവ് സ്വീകരിക്കുക, സെൻഡ് അയയ്ക്കുക, ക്ലോസ് അടയ്ക്കുക, ഓപ്പൺ തുറക്കുക, ലാഫ് ചിരിക്കുക, കോൾ വിളിക്കുക, റീച്ച് എത്തുക എത്തിപ്പിടിക്കുക, തിങ്ക് ചിന്തിക്കുക, ബിൽഡ് നിർമ്മിക്കുക, ഹോൾഡ് പിടിക്കുക, ലുക്ക് നോക്കുക, സേ പറയുക, ടെൽ പറയുക, ടോക്ക് സംസാരിക്കുക, സ്പീക്ക് സംസാരിക്കുക. സ്പീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശയം വ്യക്തമാക്കുക. ടോക്ക് എന്ന് പറഞ്ഞാൽ സംഭാഷണം. ഓക്കെ. മോപ്പ് തുടയ്ക്കുക, സ്വീപ്പ് അടിച്ചു വാരുക, ഡസ്റ്റ് പൊടി തട്ടുക, ടൈഡി അടുക്കി വയ്ക്കുക, ക്ലീൻ വൃത്തിയാക്കുക അഴുക്കകറ്റുക, ഡ്രൈ ഉണക്കുക ഉണങ്ങുക, ക്രൈ കരയുക, ഫ്രൈ പൊരിക്കുക, ട്രൈ ശ്രമിക്കുക, പുൾ വലിക്കുക, പുഷ് തള്ളുക, അഡ്വൈസ് ഉപദേശിക്കുക, സ്പെൻഡ് ചെലവാക്കുക ചെലവഴിക്കുക, സെൽ വിൽക്കുക, റൈസ് ഉയരുക ഉദിക്കുക, ലെൻഡ് കടം നൽകുക, ലീഡ് നയിക്കുക, നോ അറിയുക, ലിസൺ ശ്രദ്ധിച്ചു കേൾക്കുക, ഹിയർ കേൾക്കുക, ഗിവ് നൽകുക, ഫ്രീസ് തണുത്തുറയ്ക്കുക, ഫൈൻഡ് കണ്ടെത്തുക, ഫൈറ്റ് വഴക്കിടുക, ഫീൽ തോന്നുക, ഫോൾ വീഴുക, ഫഗിവ് പൊറുക്കുക, ഫഗെറ്റ് മറക്കുക, ഡു ചെയ്യുക, ഡിഗ് കുഴിക്കുക, ബിക്കം ആയിത്തീരുക, ബിഗിൻ തുടങ്ങുക, ബൈ വാങ്ങുക, ബ്രിങ് കൊണ്ടുവരിക, ടീച്ച് പഠിപ്പിക്കുക, മെയ്ക്ക് ഉണ്ടാക്കുക, പ്രിപ്പയർ തയ്യാറാവുക തയ്യാറാക്കുക, കിക്ക് തൊഴിക്കുക, ഹിറ്റ് ഇടിക്കുക, ബീറ്റ് അടിക്കുക തോൽപ്പിക്കുക, കോം ചെയ്യുക, ഗ്രോ വളരുക വളർത്തുക, വാച്ച് വീക്ഷിക്കുക, സീ നോക്കുക, ടേക്ക് എടുക്കുക, പുട്ട് ഇടുക, വെയർ ധരിക്കുക, ഡ്രോ വരയ്ക്കുക, പ്രേ പ്രാർത്ഥിക്കുക, സിംഗ് പാടുക, ഡാൻസ് നൃത്തം ചെയ്യുക, സ്ലീപ്പ് ഉറങ്ങുക, സ്റ്റാൻഡ് നിൽക്കുക, ലേൺ പഠിക്കുക, റൈറ്റ് എഴുതുക, കട്ട് മുറിക്കുക, കുക്ക് പാചകം ചെയ്യുക, ടേർ കീറുക, സ്വിം നീന്തുക, ഫ്ലൈ പറക്കുക, ക്ലൈം കയറുക, കം വരിക, ഗോ പോവുക, വാക്ക് നടക്കുക, സിറ്റ് ഇരിക്കുക, പ്ലേ കളിക്കുക, വാഷ് കഴുകുക, ഡ്രിങ്ക് കുടിക്കുക, റീഡ് വായിക്കുക, ബ്രഷ് പല്ലു തേക്കുക, ഈറ്റ് തിന്നുക, ജമ്പ് ചാടുക, റൺ ഓടുക. ഓക്കെ മക്കളെ, എല്ലാവരും എന്ത് ചെയ്യാം? രണ്ടാമത്തെ അറ്റൻഡൻസ് ഇട്ടോളൂ. ഓക്കെ. ഓക്കെ, ഇന്നത്തെ ആദ്യത്തെ വാക്കാണ് ലീവ്.
ലീവ്. ലീവ് എന്ന് പറയുന്നത് നമ്മുടെ എന്താണ്, ലീവ് എടുക്കുക എന്ന് പറയുന്ന ലീവല്ല, അത് നൗണാണ്. നമ്മളിപ്പോഴ് ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്, ആക്ഷൻ വേർഡാണ്, അതായത് വേർബാണ്, ക്രിയ, പ്രവൃത്തി. ഓക്കെ. ലീവ് ഒഴിഞ്ഞു പോവുക, പോവുക, വിടുക, ബാക്കിയാക്കുക, അങ്ങനെയൊക്കെ അർത്ഥം വരും. ഓക്കെ. ഇങ്ങനെയൊക്കെ അർത്ഥങ്ങളിൽ നമ്മൾ ലീവ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. വിടുക, പോവുക, ഒഴിഞ്ഞു പോവുക, ബാക്കിയാക്കുക, ഇതൊക്കെയാണെന്ത്, ലീവ് എന്നുള്ള വാക്കിൻ്റെ പല പല അർത്ഥങ്ങൾ. ഓക്കെ. വിടുക, ഒഴിഞ്ഞു പോവുക, ബാക്കിയാക്കുക, പോവുക. ഓക്കെ. ലീവ്, LEAVE, ലീവ്. ലീവ്, LEAVE, ലീവ്. ലീവ്, ലീവ്. ഓക്കെ. ഇനി നമ്മൾ വിട്ടു, പോയി, ഒഴിഞ്ഞു, ഒഴിഞ്ഞു പോയി, ബാക്കിയാക്കി എന്നൊക്കെ അർത്ഥത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ നമ്മൾ ലീവിൻ്റെ V2 ഫോം ഉപയോഗിക്കണം അല്ലേ. അത് കുറച്ച് വ്യത്യസ്തമാണ്. മറ്റ് V2 ഫോമുകൾ ഉണ്ടാക്കുന്ന രീതിയിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായിട്ടാണ് ഇവിടെ വരുന്നത്. LEAV, ലീവ്. LEFT, ലെഫ്റ്റ്. LEFT, ലെഫ്റ്റ്. ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ വലത് ഇടതിൻ്റെ ലെഫ്റ്റ് ആയിട്ട് എടുക്കരുത്. ഇത് എന്താണ്, V2 ഫോമും അതുപോലെ തന്നെ V3 ഫോമും ലെഫ്റ്റ് ആണ് ലീവിൻ്റെ. ഓക്കെ. ലീവ്, ലെഫ്റ്റ്, ലെഫ്റ്റ്. ലീവ്, ലെഫ്റ്റ്, ലെഫ്റ്റ്. ലീവ്, ലെഫ്റ്റ്, ലെഫ്റ്റ്. V1 form base form leave, V2 form past form left, V3 form past participle form left. Leave, left, left. Leave, left, left. V1 form base form leave, V2 form past form left, V3 form past participle form left. Leave, left, left. ഇനി വിടുന്നു, ഒഴിയുന്നു, ഒഴിഞ്ഞു പോകുന്നു, പോകുന്നു, ബാക്കിയാക്കുന്നു, ഇതൊക്കെ പറയാനായി നമുക്ക് ലീവിങ്, ING ചേർത്ത് ലീവിങ്. ഈ ഒഴിവാക്കി ING ചേർത്ത് എഴുതിയാൽ മതിയാവും. ലീവിങ്, LEAVING, ലീവിങ്. ലീവ്, ലെഫ്റ്റ്, ലീവിങ്. ലീവ്, ലെഫ്റ്റ്, ലീവിങ്. V1 form base form leave, V2 form past form left, V3 form past participle form left, V4 form present participle form leaving, V5 form third person singular present form leaves. Leaves എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു എസ് ആഡ് ചെയ്യാനേ ഉള്ളൂ. ഓക്കെ. ലീവ്, ലെഫ്റ്റ്, ലെഫ്റ്റ്. Leaving, leaves. Leave, left, left. Leaving, leaves. Leave, left, left. Leaving, leaves. ഇനി നമുക്ക് ലീവ് എന്ന വാക്കിൻ്റെ V1, V2, V3, V4, V5 ഫോംസ് ഇവിടെ സെൻറ്റൻസസിലോട്ട് ഇടാം. ഓക്കെ. They usually leave for work at 7 a.m. They usually leave for work at 7 a.m. They usually leave for work at 7 a.m. സാധാരണയായി അവർ ജോലിക്കായി രാവിലെ 4 മണിക്ക് പോകും. സാധാരണയായി അവർ ജോലിക്കായി രാവിലെ 4 മണിക്ക് പോകും. പോകാറുണ്ട്, പോകുന്നു എന്നൊക്കെ എഴുതാം. ഓക്കെ. They usually leave for work at 7 a.m. They usually leave for work at 7 a.m. അടുത്തത്, she left her keys on the table.
She left her keys on the table. She left her keys on the table. അവൾ തൻ്റെ താക്കോലുകൾ മേശപ്പുറത്ത് വച്ചു, വിട്ടു. ഓക്കെ, അവൾ തൻ്റെ താക്കോലുകൾ മേശപ്പുറത്ത് വിട്ടു, അല്ലെങ്കിൽ ബാക്കിയാക്കി വിട്ടു പറഞ്ഞാൽ മതി. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ എന്താണ്, മറന്നു വെച്ചു എന്നുള്ള അർത്ഥമാണ്. അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അവൾ തൻ്റെ താക്കോല് മേശപ്പുറത്ത് വിട്ടു. ഓക്കെ, ഷീ ലെഫ്റ്റ് her keys on the table. She left her keys on the table. Okay, he has left a message for you. He has left a message for you. He has left a message for you. അവൻ നിങ്ങൾക്കായി ഒരു സന്ദേശം വച്ചിട്ടുണ്ട്. Left, has left. Okay, he has left a message for you. അവൻ നിങ്ങൾക്ക് ഒരു സന്ദേശം വച്ചിട്ടുണ്ട്. He has left a message for you. He has left a message for you. അടുത്തത്, she is leaving for her vacation tomorrow. She is leaving for her vacation tomorrow. She is leaving for her vacation tomorrow. അവൾ അവധിക്കാലം ആഘോഷിക്കാൻ നാളെ പോകുന്നു. അവൾ അവധിക്കാലം ആഘോഷിക്കാൻ നാളെ പോകുകയാണ്. അവൾ അവധിക്കാലം ആഘോഷിക്കാൻ നാളെ പോകുന്നു. അവൾ അവധിക്കാലം ആഘോഷിക്കാൻ നാളെ പോകുന്നു. She is leaving for her vacation tomorrow. She is leaving for her vacation tomorrow. The bus leaves from this stop every hour. The bus leaves from this stop every hour. The bus leaves from this stop every hour. ഈ സ്റ്റോപ്പിൽ നിന്ന് ഓരോ മണിക്കൂറിലും ബസ് പുറപ്പെടാറുണ്ട്. വിടും എന്നൊക്കെ പറയില്ലേ, അതന്നെ. വിടാറുണ്ട്, വിടുന്നു. ഓക്കെ, നമ്മൾ ബസ് വിടുക എന്നൊക്കെ തന്നെയല്ലേ പറയാം, അത് തന്നെ. ഓക്കെ, ഈ സ്റ്റോപ്പിൽ നിന്ന് ഓരോ മണിക്കൂറിലും ബസ് വിടാറുണ്ട്, വിടുന്നു. അത് സ്ഥിരം നടക്കുന്ന ഒരു ഫാക്റ്റാണ്. ഓക്കെ, the bus leaves from this stop every hour. The bus leaves from this stop every hour. ഓക്കെ, അപ്പം എന്ത് ചെയ്യണം? നിങ്ങളെല്ലാവരും ടീച്ചറിൻ്റെ കൂടെ തന്നെ വായിക്കണം. ടീച്ചർ 3 തവണ വായിക്കാം. They usually leave for work at 7 a.m. They usually leave for work at 7 a.m. They usually leave for work at 7 a.m. She left her keys on the table. She left her keys on the table. She left her keys on the table. He has left a message for you. He has left a message for you. He has left a message for you. She is leaving for her vacation tomorrow. She is leaving for her vacation tomorrow. She is leaving for her vacation tomorrow. The bus
leaves from this stop every hour. The bus leaves from this stop every hour. The bus leaves from this stop every hour. ഓക്കെ അല്ലേ മക്കളെ? എന്ത് ചെയ്യാം? ലീവ് എന്ന വാക്കിൻ്റെ V1, V2, V3, V4, V5 ഇവിടെ കോമൻറ്റ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത വാക്കിലേക്ക് പോകാലോ. അടുത്ത വാക്കാണ് പേ. അടയ്ക്കുക, അടച്ചു തീർക്കുക. അടയ്ക്കുക. അടയ്ക്കുക എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ക്ലോസ്, വാതിലടയ്ക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കും. ഇതല്ല, ഒരു കണക്ക് തീർക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ അടയ്ക്കുക എന്നുള്ളത് ഉപയോഗിക്കുന്നത്. കണക്ക് തീർക്കാൻ വേണ്ടിയിട്ടുള്ള അടയ്ക്കൽ. ഓക്കെ, അത് പണം അടയ്ക്കുന്നതാവാം, അല്ലെങ്കിൽ ശ്രദ്ധ നമ്മൾ കൊടുക്കുന്നതാവാം, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത എന്തെങ്കിലും ആക്ടിവിറ്റിയുടെ ആഫ്റ്റർ ഇഫക്റ്റ് എന്തെങ്കിലും നമ്മൾ അനുഭവിക്കുന്നതാവാം. നമ്മൾ പറയില്ലേ, ഷീ പെയ്ഡ് ഫോർ ഇറ്റ്, ചെയ്തതിന് അവൾക്ക് കിട്ടി എന്നൊക്കെ അർത്ഥത്തിൽ നമ്മൾ പറയും. ഓക്കെ, അതൊക്കെ എന്താണ്? കണക്ക് തീർക്കലാണ്. ഓക്കെ, കണക്ക് തീർക്കുക എന്നുള്ള അർത്ഥത്തിൽ വരുന്ന പേയ്മെൻറ്റ് ആണ് എന്ത്? പേ എന്നുള്ള വേർബ് വെച്ച് നമ്മൾ പൂർത്തീകരിക്കുന്നത്. ഫീസ് അടയ്ക്കുക, ലോണ് തിരിച്ചടയ്ക്കുക. ഓക്കെ, അതിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് പേ. പേ, അഡ്വാൻസ് ആയിട്ട് പേ ചെയ്യുക എന്നൊക്കെ നമ്മൾ പറയും അല്ലേ, അടയ്ക്കുക. ഓക്കെ, അതുപോലെ തന്നെ വേറൊരു രീതിയിലും നമ്മൾ പേ എന്ന് പറയും. ഈ നമ്മുടെ ശമ്പളം എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ നൗൺ രൂപത്തിൽ പേ ഉപയോഗിക്കും. പക്ഷെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ആക്ഷൻ വേർഡ്സ് ആണ്, വേർബ്സ് ആണ്. ഓക്കെ, പേ, അടയ്ക്കുക, അടച്ച് തീർക്കുക. ശരിക്കും കണക്ക് തീർക്കുക എന്നുള്ള അർത്ഥത്തിൽ വരുന്ന ഉപയോഗങ്ങളിലൊക്കെ നമ്മൾ ഈ പേ എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ അല്ലേ മക്കളെ? പേ, അടയ്ക്കുക, അടച്ച് തീർക്കുക. ഇനി അടച്ചു, അടച്ചു തീർത്തു എന്ന് പറയൽ എങ്ങനെയാണ്? പെയ്ഡ്, PAID, പെയ്ഡ്, പെയ്ഡ്, പെയ്ഡ്. ഓക്കെ, PAY, പേ, PAID, പെയ്ഡ്, പെയ്ഡ്, PAY, പേ, PAID, 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 paid. V1 form base form pay, V2 form past form paid, V3 form past participle form paid. Pay, paid, paid, pay, paid, paid. V1 form base form pay, V2 form past form paid, V3 form past participle form paid. ഇനി എന്താണ്? പേയിങ്, അടക്കുന്നു, അടച്ചു തീർക്കുന്നു. പേയിങ്, പേയിങ്, PAYING, പേയിങ്, പേയിങ്, PAYING, പേയിങ്. പേ, പെയ്ഡ്, പെയ്ഡ്, പേയിങ്, pays. Pay, paid, paid, paying, pays. V1 form base form pay, V2 form past form paid, V3 form past participle form paid, V4 form present participle form paying, V5 form third person singular present form pays. Paying ആകാൻ വേണ്ടിയിട്ട് PAYING, pays, PAYS. ഓക്കെ, എളുപ്പമാണ്. ഓക്കെ, പേ, പെയ്ഡ്, പെയ്ഡ്, പേയിങ്, പേയ്സ്. പേ, പെയ്ഡ്, പെയ്ഡ്, പേയിങ്, പേയ്സ്. V1 form base form pay, V2 form past form paid, V3 form past participle form paid, V4 form present participle form paying, V5 form third person singular present form pays. Pay, paid, paid, paying, pays. ഇനി നമുക്ക്
പേ എന്ന വാക്കിൻ്റെ ഡിഫറെൻറ്റ് വേർബ് ഫോംസ് സെൻറ്റൻസസിലോട്ടിടാം. ഓക്കെ, I pay my rent on the 1st of every month. I pay my rent on the 1st of every month. I pay my rent on the 1st of every month. എല്ലാ മാസവും 1-ാം തീയതി ഞാൻ വാടക നൽകുന്നു, നൽകാറുണ്ട്, നൽകും. അതെൻ്റെ ഹാബിറ്റാണ്, എൻ്റെ ശീലമാണ്. ഓക്കെ, ഐ പേ മൈ റെൻറ്റ് ഓൺ ദ 1st ഓഫ് എവ്രി മന്ത്. ഞാൻ സ്ഥിരം ചെയ്യുന്ന ഒരു കാര്യമാണ്. ഐ പേ മൈ റെൻറ്റ് ഓൺ ദ 1st ഓഫ് എവ്രി മന്ത്. എല്ലാ മാസവും 1-ാം തീയതി ഞാൻ വാടക നൽകും, നൽകുന്നു, നൽകാറുണ്ട്. ഐ പേ മൈ റെൻറ്റ് ഓൺ ദ 1st ഓഫ് എവ്രി മന്ത്. I pay my rent on the 1st of every month. അടുത്തത്, she paid for her groceries. She paid for her groceries. She paid for her groceries. അവളുടെ പലചരക്ക് സാധനങ്ങൾക്ക് പണം നൽകി. ഓക്കെ, പെയ്ഡ്, പണമടച്ചു, പണം നൽകി. ഞാൻ പറഞ്ഞല്ലോ, കണക്ക് തീർക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ പേ എന്ന് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഷീ പെയ്ഡ് ഫോർ ഹർ ഗ്രോസറീസ്. അവളുടെ പലചരക്ക് സാധനങ്ങൾക്ക് പണം നൽകി, പണം നൽകി. ഷീ പെയ്ഡ് ഫോർ ഹർ ഗ്രോസറീസ്. ഷീ പെയ്ഡ് ഫോർ ഹർ ഗ്രോസറീസ്. They have already paid their taxes this year. They have already paid their taxes this year. They have already paid their taxes this year. ഈ വർഷം അവർ ഇതിനകം നികുതി അടച്ചു കഴിഞ്ഞു. അടച്ചിട്ടുണ്ട്, അടച്ചു കഴിഞ്ഞു. They have already paid their taxes this year. ഈ വർഷം അവർ ഇതിനകം നികുതി അടച്ചു കഴിഞ്ഞു. They have already paid their taxes this year. They have already paid their taxes this year. Okay? We are paying close attention to the details. We are paying close attention to the details. ഇവിടെ ക്ലോസ് അല്ല, ക്ലോസ് ആണ്. കാരണം എന്തേ, ഇവിടെ ക്ലോസ് എന്ന് പറയണമെങ്കിൽ ഇവിടെ അത് ആക്ഷൻ വേർഡ് അല്ലെങ്കിൽ വേർബായിട്ട് യൂസ് ചെയ്യണം. ഇവിടെ അതിന് ക്ലോസ് എന്നാണ് വന്നിട്ടുള്ളത്, ആക്ഷൻ വേർഡ് അല്ല. We are paying close attention to the details. We are paying close attention to the details. We are paying close attention to the details. ഞങ്ങൾ വിശദാംശങ്ങൾക്ക് അടുത്ത ശ്രദ്ധ നൽകുന്നുണ്ട്, നൽകുന്നു. ഞങ്ങൾ വിശദാംശങ്ങൾക്ക് അടുത്ത ശ്രദ്ധ നൽകുന്നു, നൽകുന്നുണ്ട്. ഞങ്ങൾ വിശദാംശങ്ങൾക്ക് അടുത്ത ശ്രദ്ധ നൽകുന്നുണ്ട്, നൽകുന്നു. ഓക്കെ, we are paying close attention to the details. We are paying close attention to the details. He always pays attention in class. He always pays attention in class. He always pays attention in class. അവൻ എപ്പോഴും ക്ലാസ്സിൽ ശ്രദ്ധ നൽകാറുണ്ട്. He always pays attention in class. അവൻ ക്ലാസ്സിൽ
എപ്പോഴും ശ്രദ്ധ നൽകാറുണ്ട്. അവൻ ക്ലാസ്സിൽ എപ്പോഴും ശ്രദ്ധ നൽകാറുണ്ട്. ഹി ഓൾവേസ് പേസ് അറ്റൻഷൻ ഇൻ ക്ലാസ്. ഓക്കെ അല്ലേ മക്കളെ? ഇനി എന്ത് ചെയ്യാം? ടീച്ചർ 3 തവണ വായിക്കുമ്പോൾ കൂടെ തന്നെ വായിക്കുക. ഓക്കെ? I pay my rent on the 1st of every month. I pay my rent on the 1st of every month. I pay my rent on the 1st of every month. She paid for her groceries. She paid for her groceries. She paid for her groceries. They have already paid their taxes this year. They have already paid their taxes this year. They have already paid their taxes this year. We are paying close attention to the details. We are paying close attention to the details. We are paying close attention to the details. He always pays attention in class. He always pays attention in class. He always pays attention in class. Okay അല്ലേ മക്കളെ? എന്ത് ചെയ്യാം? പേ എന്ന വാക്കിൻ്റെ V1, V2, V3, V4, V5 ഫോംസ് ഒക്കെ ഇവിടെ കോമൻ ചെയ്യാം. ഓക്കെ അല്ലേ? നമ്മൾ ഇന്ന് പഠിച്ചത് 2 വാക്കുകളാണ്. ലീവ്, പേ. ലീവ്, പേ. ലീവ് വിടുക, ഒഴിഞ്ഞു പോവുക, പോവുക, ബാക്കിയാക്കുക. ഓക്കെ? ലീവ്. പേ അടയ്ക്കുക, അടച്ചു തീർക്കുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണക്ക് തീർക്കുക എന്നുള്ള അർത്ഥത്തിലൊക്കെ നമ്മളത് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ? ലീവ്, പേ. ലീവ്. V1 form base form leave, V2 form past form left, V3 form past participle form left, V4 form present participle form leaving, V5 form third person singular present form leaves. Leave, left, left, leaving, leaves. Leave, left, left, leaving, leaves. Pay. V1 form base form pay, V2 form past form paid, V3 form past participle form paid, V4 form present participle form paying, V5 form third person singular present form pays. Pay, paid, paid, paying, pays. Pay, paid, paid, paying, pays. ഓക്കെ അല്ലേ മക്കളെ? എന്ത് ചെയ്യാം? ഈ 2 വാക്കിൻ്റെയും ലീവ്, പേ, ഈ 2ൻ്റെയും V1, V2, V3, V4, V5 ഫോംസ് ഒക്കെ ഇവിടെ കോമന്റ് ചെയ്യാം. ഓക്കെ? അപ്പോൾ നമുക്ക് നമ്മുടെ ഓട്ടം തുടങ്ങിയാലോ? റെഡിയല്ലേ? കൈകളും കാലുകളൊക്കെ ഒന്ന് ഇളക്കി റെഡിയായി നിൽക്കുക. നമുക്ക് തുടങ്ങാം. ഇപ്പം എല്ലാവരും റെഡിയല്ലേ? നമുക്ക് തുടങ്ങാം. ലാസ്റ്റിൽ നിന്നും ആദ്യത്തിലേക്ക് പോകാം. ഓക്കെ? റെഡി? 1, 2, 3, start. Break, broke, broken, breaking, breaks. Bite, bit, bitten, biting, bites. Answer, answered, answered, answering, answers. Question, questioned, questioned, questioning, questions. Save, saved, saved, saving, saves. Enter, entered, entered, entering, enters. Borrow, borrowed, borrowed, borrowing, borrows. Catch, caught, caught, catching, catches. Throw, threw, thrown, throwing, throws. Receive, received, received, receiving, receives. Send, sent, sent, sending, sends. Close, closed, closed, closing, closes. Open, opened, opened, opening, opens.
laugh, laughed, laughed, laughing, laughs. Call, called, called, calling, calls. Reach, reached, reached, reaching, reaches. Think, thought, thought, thinking, things. Build, built, built, building, builds. Hold, held, held, holding, holds. Look, looked, looked, looking, looks. Say, said, said, saying, says. Tell, told, told, telling, tells. Talk, talked, talked, talking, talks. Speak, spoke, spoken, speaking, speaks. Mop, mopped, mopped, mopping, mops. Sweep, swept, swept, sweeping, sweeps. Dust, dusted, dusted, dusting, dusts. Tidy, tidied, tidied, tidying, tidies. Clean, cleaned, cleaned, cleaning, cleans. Dry, dried, dried, drying, dries. Cry, cried, cried, crying, cries. Fry, fried, fried, frying, fries. Try, tried, tried, trying, tries. Pull, pulled, pulled, pulling, pulls. Push, pushed, pushed, pushing, pushes. Advise, advised, advised, advising, advises. Spend, spent, spent, spending, spends. Sell, sold, sold, selling, sells. Rise, rose, risen, rising, rises. Lend, lent, lent, lending, lends. Lead, led, led, leading, leads. Know, knew, known, knowing, knows. Keep, kept, kept, keeping, keeps. Listen, listened, listened, listening, listens. Hear, heard, heard, hearing, hears. Give, gave, given, giving, gives. Freeze, froze, frozen, freezing, freezes. Find, found, found, finding, finds. Fight, fought, fought, fighting, fights. Feel, felt, felt, feeling, feels. Fall, fell, fallen, falling, falls. Forgive, forgave, forgiven, forgiving, forgives. Forget, forgot, forgotten, forgetting, forgets. Do, did, done, doing, does. Dig, dug, dug, digging, digs. Become, became, become, becoming, becomes. Begin, began, begun, beginning, begins. Buy, bought, bought, buying, buys. Bring, brought, brought, bringing, brings. Teach, taught, taught, teaching, teaches. Make, made, made, making, makes. Prepare, prepared, prepared, preparing, prepares. Kick, kicked, kicked, kicking, kicks. Hit, 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 hitting, hits. Beat, beat, beaten, beating, beats. Comb, combed, combed, combing, combs. Grow, grew, grown, growing, grows. Watch, watched, watched, watching, watches. See, saw, seen, seeing, sees. Take, took, taken, taking, takes. Put, 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 putting, puts. Wear, wore, worn, wearing, wears. Draw, drew, drawn, drawing, draws. Pray, prayed, prayed, praying, prays. Sing, sang, sung, singing, sings. Dance, danced, danced, dancing, dances. Sleep, slept, slept, sleeping, sleeps. Stand, stood, stood, standing, stands. Learn, learnt, learnt, learning, learns. Write, wrote, written, writing, writes. Cut, 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 cutting, cuts. Cook, cooked, cooked, cooking, cooks.
tear, tore, torn, tearing, tears. Swim, swam, swum, swimming, swims. Fly, flew, flown, flying, flies. Climb, climbed, climbed, climbing, climbs. Come, came, come, coming, comes. Go, went, gone, going, goes. Walk, walked, walked, walking, walks. Sit, sat, sat, sitting, sits. Play, played, played, playing, plays. Wash, washed, washed, washing, washes. Drink, drank, drunk, drinking, drinks. Read, 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 reading, reads. Brush, brushed, brushed, brushing, brushes. Eat, ate, eaten, eating, eats. Jump, jumped, jumped, jumping, jumps. Run, ran, run, running, runs. ഓക്കെ അല്ലേ മക്കളെ? പിന്നെ ഇന്നത്തെ വാക്കുകൾ അല്ലേ? ലീവ്, ലെഫ്റ്റ്, ലെഫ്റ്റ്, ലീവിങ്, ലീവ്സ്. പേ, പെയ്ഡ്, പെയ്ഡ്, പേയിങ്, പേയ്സ്. ഓക്കെ, അപ്പം എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക, പഠിക്കുക. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് അറ്റൻഡൻസ് ഇട്ടോളൂ. ഹാപ്പി ലേണിംഗ് മക്കളെ.